കാർഷിക ശാസ്ത്രത്തിൽ ബിരുദാനന്തര ബിരുദം നേടിയ യുവാവ് ലോക്ക്ഡൌൺ സമയത്താണ് വീട്ടിൽ മഷ്റൂം കൃഷിയുടെ പരീക്ഷണങ്ങൾ ആരംഭിച്ചത്. ഈ താല്പര്യമാണ് അദ്ദേഹത്തെ പൂർണ്ണസമയ മഷ്റൂം കൃഷിയിലേക്ക് നയിച്ചതും. തുടർന്ന് പരിശ്രമങ്ങളുടെ ഫലമായി സച്ചിൻ തന്റെ ഹൈടെക് മഷ്റൂം യൂണിറ്റ് യാഥാർത്ഥ്യമാക്കി. ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചാണ് കൃഷിരീതി. ദിവസേന 40 മുതൽ 80 കിലോഗ്രാം ഉൽപാദന ശേഷിയുള്ള ഈ യൂണിറ്റ് പ്രീമിയം രാസവസ്തുവിന്യമില്ലാത്ത മഷ്റൂമുകളുടെ വളർച്ച ഉറപ്പാക്കുന്നു. കൃഷിയിൽ വെച്ച് ഏറ്റവും പെട്ടെന്ന് ഈൽഡ് തരുന്ന ഒരു ക്രോപ്പാണ് മഷ്റൂം. അപ്പോൾ ഇതിലിപ്പോൾ നമ്മൾ തെങ്ങോ റംബൂട്ടാനോ നട്ട് കഴിഞ്ഞാൽ നമ്മൾ 3 കൊല്ലം വരെ കാത്തിരിക്കണം. ഇത് അതേസമയത്ത് നമ്മൾ കൂണാണെങ്കിൽ നമുക്ക് ഒരു 20-25-30 ദിവസത്തിനകം കൂണ് വിളവെടുക്കാൻ പറ്റും. വിദേശാവസരങ്ങൾ കൈവെള്ളയിൽ വന്നിരുന്നു. അതിലേക്കൊന്നും പോകാതെ സ്വന്തമായൊരു സംരംഭം എന്ന ആശയത്തിൽ അടിയുറച്ച് നിന്നതുകൊണ്ടാണ് ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരാൻ കഴിഞ്ഞതെന്നാണ് സച്ചിൻ പറയുന്നതും. ടൈടെക് രീതിയിൽ മാലിന്യങ്ങളില്ലാത്ത ഒരു പരിസ്ഥിതിയിലൂടെയാണ് സച്ചിൻ തന്റെ സ്വപ്നം യാഥാർത്ഥ്യമാക്കിയതും. ഞാൻ ട്രയൽ ചെയ്ത 2 വെറൈറ്റിയിൽ വെച്ചിട്ട് ഒരു വെറൈറ്റി കുറച്ച് ഗ്രേഷ് കളർ ആയിരുന്നു. അപ്പോൾ അതാണ് ആക്ച്വലി ടേസ്റ്റിയർ വെറൈറ്റി. ബട്ട് ആൾക്കാർക്ക് അത് കണ്ടിട്ടാകുമ്പോൾ ഇത് ഭക്ഷ്യയോഗ്യമാണോ, അത് കേടായ കൂണാണോ എന്നുള്ളൊരു ഡൗട്ട് കൊണ്ട് അതിന് മാർക്കറ്റിൽ അത്ര അക്സെപ്റ്റബിലിറ്റി വന്നില്ല. അതുകൊണ്ട് ഞാൻ വൈറ്റ് കളറിലുള്ള കൂണാണ് ഇപ്പോൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. സാങ്കേതികത്വം, നവീകരണം, സാമൂഹ്യ ശാക്തീകരണം എന്നിവ ഒരുമിച്ചു ചേർന്ന് ഒരു വിജയകരമായ കാർഷിക സംരംഭം സൃഷ്ടിക്കുന്നതിന്റെ മാതൃകയാണ് സച്ചിന്റെ ടൈടെക് മഷ്റൂം യൂണിറ്റ്. വീടിനുള്ളിലെ ചെറിയ പരീക്ഷണത്തിൽ നിന്ന് ഒരു പൂർണ്ണമായ ഹൈടെക് യൂണിറ്റിലേക്കുള്ള അദ്ദേഹത്തിന്റെ യാത്ര യുവ കർഷകർക്ക് ഒരു പ്രചോദനമാണ്. റിപ്പോർട്ടർ അർച്ചന രവീന്ദ്രൻ, ഇൻ റിപ്പോർട്ടർ, കാസർഗോഡ്.